ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. കാത്തു കാത്തിരിക്കുന്നേ ഞാൻ തേജസ്സേറും മുഖം കാൺമാൻ, പ്രിയൻ കൂടെന്നും വാണിടുവാൻ, യുഗയുഗങ്ങളായി ആനന്ദിപ്പാൻ. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിൽ എന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടമെന്ന് ചാർന്ന് കടന്നു വരുവാനും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം അവിടുത്തെ പക്കല അത് ദാനമായി നൽകിത്തരേണ്ടതിനായി പ്രാർത്ഥിപ്പാനെന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെയും അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. വീണ്ടും അവിടെ നിന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്നതെല്ലാം തന്ന് പോറ്റി പുലർത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സമർപ്പിക്കുക. എൻ്റെ പ്രാർത്ഥന ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. അവരുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ വിഷയം അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നാഥ, ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന്, ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് അവിടുന്ന്. ഞങ്ങളുടെ രോഗത്തെ അറിയാം, ഞങ്ങളുടെ ഭാരത്തെ അറിയാം, ഞങ്ങളുടെ വേദനകളെ അറിയാവുന്ന കർത്താവ് അവിടുന്നാകിയാൽ ഉള്ളതുപോലെ അറിയുന്ന അപ്പച്ചൻ അവിടുന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഇന്ദ്രകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ദാനമായി തന്ന കുഞ്ഞുങ്ങളെ കർത്താവെ, അവരുടെ ഭാവിയെ, അവരുടെ പഠനത്തെ, അവരുടെ വിദ്യാഭ്യാസത്തെ എല്ലാം പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ കുടുംബനാഥനെ അനുഗ്രഹിച്ചാട്ടെ. സൗഖ്യത്തോടെ കാത്തോളണേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടെ, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. പഠനം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറട്ടെ കർത്താവെ. നല്ല ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവ്. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിംഗിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വൊമിറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മേൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് ചെന്ന് ചേരണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവ്. വിദേശ രാജ്യത്ത് ജോലി ആഗ്രഹിച്ച് കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. എൻ്റെ തമ്പുരാൻ അവരെ സഹായിക്കണേ, അവരോട് കരുണ കാണിക്കണമേപ്പ. വഴിവാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ബലത്തോടും സമാധാനത്തോടും നല്ല കർത്താവെ സന്തോഷത്തോടും ജോലി ചെയ്യാൻ സഹായിക്കണേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വിജനമാർഗത്തിന് വഴിവാതിൽ തുറന്നു കൊടുത്താട്ട് കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ലജിച്ച് പാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം. കുടുംബജീവിതത്തിൽ ഇന്നുവരെയും ഒരു സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. മദ്യപാനികളായ ഭർത്താക്കന്മാരെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. നിലവിളിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. പേടിയോടെ ഭാരത്തോടെ കഴിയുന്നവരുണ്ട് കർത്താവെ. സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളൊക്കെ നിലവിളിക്കുമ്പോൾ അവരുടെ യാതനയുടെ ശബ്ദം കൈക്കൊള്ളണമേ. മദ്യപാനികൾക്കൊരു വിടുതലും മാനസാന്തരവും നൽകണമേ കർത്താവെ. കരുണ തോന്നണമേ, മനസ്സല്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നല്ല സമയം കർത്താവെ, ഭവനമില്ലാത്ത മക്കളെ ഏൽപ്പിക്കുന്നു. അവർക്ക് തലചായ്പാനൊരു ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്കത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവെ, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗ്ഗം അവരെ സഹായിക്കണേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവെ. നിൻ്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളണം. യാത്ര പോകുന്ന ഓരോ മക്കളെയും പൊന്നുകരം ചാർത്ത് പിടിച്ച് സുഖകരമായി ചെന്ന് ചേരാൻ ഇടയാക്കുമാറാകണം. ദൈവമായ കർത്താവ്, പുതുവയസ്സിൽ പ്രവേശിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മയും അനുഗ്രഹവും ജീവിതത്തിൽ കൊടുത്ത് മാനിക്കണമേ കർത്താവ്. നീറിപ്പുകയുന്ന ജീവിതവും കർത്താവ് ഭാരത്തിന് നടുവിൽ കൂടി വലയുന്നവരുണ്ട്.
പല വിഷയങ്ങളുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ട്. സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുള്ളിൽ ഒതുക്കി കഴിയുന്നവരുണ്ട് കർത്താവേ. പരിഹാരം എല്ലാത്തിനും എൻ്റെ അപ്പച്ചനാ. തൻ്റെ കുഞ്ഞുങ്ങളെ കരുതണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പലവിധ കഷ്ടങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും അനുഭവിക്കുന്നവരുടെ നടുവിൽ കടന്നു വരുന്നൊരു നല്ല അപ്പച്ചൻ ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തോത്രം. നാഥാ, ഓരോ മക്കളെയും കാണുന്നത് ഓർത്ത് നന്ദി. അവരുടെ വിഷയത്തിൽ ഏറ്റെടുക്കണമേ, അവർക്ക് വേണ്ടി ഭാരമേൽക്കണമേ, അവരെ പൂർണ്ണമായും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നല്ല സമയം സ്വർഗ്ഗത്തെ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, തൈറോയ്ഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ആസ്മ രോഗികൾ കർത്താവേ, എൻ്റെ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, ഒന്ന് കൈകാലുകൾക്ക് ചലനമില്ലാതെ കിടക്കകളിലായിരിക്കുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരത്തിൽ മുഴയാൽ ഭാരപ്പെടുന്ന ജീവിതം, ഫിക്സ് രോഗം വരുന്ന ജീവിതങ്ങൾ, കാഴ്ചയും കേൾവിയുമില്ലാത്തൊരു, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും അറിയുന്നു, കാണുന്നു. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പാ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിടുതൽ ലഭിക്കുമല്ലോ. മനസ്സലിവും കരുണയും കാണിക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സമയം കർത്താവേ, ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. സഹോദരവർഗ്ഗങ്ങളെ ഏൽപ്പിക്കുന്നു. അനാഥരെ വിധവകളെയും ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. എല്ലാവരെയും സംരക്ഷിക്കണമേ കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ കാവൽക്കാരെ കാത്തുകൊള്ളണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യുദ്ധത്തിനൊക്കെയും അറുതി വരുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. എല്ലാവരും എൻ്റെ കർത്താവിനെ ഒന്ന് അറിഞ്ഞ് ജീവിപ്പാൻ, എൻ്റെ കർത്താവിന് ഇഷ്ടമുള്ളത് പ്രവർത്തിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവ്. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണം. ആമേൻ. എല്ലാ രാജ്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ ഭരണാധികാരികളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്തെടുപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.